നമ്മുടെ വണ്ടിയിൽ മൂവേഴ്സ് 5ൻ്റെ അപ്ഡേറ്റ് ചെയ്തു. അതിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. പുതിയതായിട്ട് നമ്മുടെ വണ്ടിയിലുള്ള സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ റൈഡിങ്ങിൻ്റെ സെക്ഷനിൽ DIY മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡ് കാണാം. ജസ്റ്റ് അതൊന്ന് ഓണാക്കി വെക്കുക. ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെർഫോമൻസ്, ടോർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പീഡിൽ പോയാൽ മതി അതൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പുതിയ മോഡ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അതാണ് ഈ DIY മോഡിൻ്റെ പ്രത്യേകത. എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ് എന്ന് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൈ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മോഡ് വരും. ഈസി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ. ജസ്റ്റ് നമ്മൾ ത്രോട്ടിൽ മുന്നോട്ടും അതുപോലെ തന്നെ നേരെ ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചു കഴിഞ്ഞാൽ, ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ടൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് നിന്നൊക്കെ വണ്ടി നീങ്ങി കിട്ടും. സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. വണ്ടി നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. റോഡ് ട്രിപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്സിൽ മുന്നിൽ പോകുന്ന ആൾക്കാരെയും അതുപോലെ പിന്നിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ആ മാപ്പിൽ കാണിക്കും എന്നാണ് പറയുന്നത്. ഇതുവഴി തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട്സിലോട്ട് വാട്സപ്പ് വഴി നമുക്ക് ലൈവ് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പുതിയ തീം വന്നിട്ടുണ്ട്. ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുള്ള തീമാണ്. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ അതിൻ്റെ ആ സൗണ്ട്സ് കാര്യങ്ങൾ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള സൗണ്ട്സിലും കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ ടൂൺ വന്നിട്ടുണ്ട്. മുന്നേ വന്നിട്ടുള്ള ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെ പല ഫീച്ചേഴ്സ് അവർ പറഞ്ഞ് പറ്റിച്ചതാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി ഈ ഫീച്ചേഴ്സൊക്കെ എത്രമാത്രം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് യൂസ്ഡായിട്ട് നോക്കിയിട്ട് അനുഭവിച്ച് അറിയേണ്ടി വരും. പുതിയതായിട്ട് ഓല എടുക്കാൻ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ വണ്ടി എടുത്തവരൊക്കെ പെട്ടിട്ടുള്ളൂ. ഷോറൂമുകളിലൊക്കെ ഒരുപാട് ഓല ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ നിറഞ്ഞ് സർവീസിന് വേണ്ടിയിട്ട് കാത്ത് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിട്ട് മാത്രം ഈ വണ്ടി എടുക്കാൻ പോകും.